പ്രതികൂല കാലാവസ്ഥയുടെ ഭീഷണി നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾക്ക് പ്രത്യാശയോടെ നാളുകൾ കഴിക്കുവാൻ നമ്മെ ജീവിപ്പിക്കുന്ന ദൈവവചനം നമുക്ക് നൽകിയിട്ടുള്ളതോർത്ത് സ്തോത്രം ചെയ്യാം. തനിമയിലേക്ക് എന്ന കൂട്ടായ്മ നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. 34-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം വായിക്കുന്നു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടാതെ നമ്മെ സഹായിക്കുന്ന സഹായത്തിൻ്റെ പർവ്വതമായ ദൈവത്തിങ്കലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി നമ്മെ സഹായിക്കുവാൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തക്ക സമയത്ത് കരം പിടിച്ച് ഉയർത്തുന്ന ദൈവത്തെ പരിചയപ്പെടുത്തി തരുന്ന നമ്മുടെ തിരുവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവം എത്ര കരുണയുള്ളവനാണ്. നമ്മുടെ ദൈവം എത്ര മനസ്സലിവുള്ളവനാണ്. എത്രമാത്രം നമ്മൾ ദൈവത്തോട് തെറ്റ് ചെയ്താലും ദൈവത്തെ കോപിപ്പിച്ചാലും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും വീണ്ടും നമ്മെ തേടി വരുന്നതോർത്ത് ദൈവത്തിൻ്റെ ദയയെ ഓർത്ത് കരുണയെ ഓർത്ത് മനസ്സലിവിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ധൈര്യത്തോടെ ഒരു ദൈവ പൈതലിനെ ദാവീദിനോടൊപ്പം പറയുവാൻ കഴിയും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. പ്രതികൂലങ്ങൾ വന്നോട്ടെ, ഉപദ്രവം വന്നോട്ടെ, പ്രയാസങ്ങൾ വന്നോട്ടെ, പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ദൈവ പൈതലിനുള്ള ധൈര്യം, എന്നെ സഹായിക്കാൻ എന്നോടുകൂടെ ദൈവം ഉണ്ട്. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും എൻ്റെ ഹൃദയം സ്വസ്ഥമായിരിക്കും. ദൈവ പൈതലേ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. നമ്മെ സഹായിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ എന്തിനു നാം ഭയപ്പെടണം? ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മെ വിടുവിക്കും. ആപത്ത് വേളകളിൽ നമ്മെ വിടുവിക്കുന്നവന് ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമുക്ക് വേണ്ട സഹായം തക്ക സമയത്ത് നമുക്ക് നൽകുന്നവന്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയല്ലാതെ ഒന്നും ചെയ്യുവാനില്ല. നമുക്ക് ഈ ദൈവത്തെ വിശ്വസിക്കാം. കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ധൈര്യത്തോടെ നമ്മുടെ നാളുകൾ കഴിച്ചു കൂട്ടുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. ഈ ധൈര്യം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ള തിരുവചനത്തിൽ കൂടെ നമ്മളെ പരിചയപ്പെടുത്തി തരുന്ന അനേകരുടെ ജീവിത അനുഭവങ്ങളിൽ കൂടെ. നമ്മുടെ പൂർവ്വപിതാക്കൾ എന്തെല്ലാം അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അവർ കുടിയേറ്റക്കാരായി നമ്മുടെ നാടുകളിലൊക്കെയും വന്ന സമയത്ത് എന്തെല്ലാം ദുഷ്ടമൃഗങ്ങളോട് അവർ എതിരിട്ടു. ദൈവനാമത്തിലാണ് അവരൊക്കെ എതിരിട്ടത്. അവർ പറയുന്നിടത്ത് ദൈവനാമത്തിൽ ഏത് ശക്തിയെ അവർ ശാസിച്ചാലും ബന്ധിച്ചാലും അത് അവിടെ നിൽക്കുന്ന അനുഭവങ്ങൾ പൂർവ്വകാലത്ത് നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. ഒരു ഭക്തൻ ഒരിക്കൽ തൻ്റെ സ്നേഹിതൻ ചുമച്ച രക്തം തുപ്പുന്നത് കണ്ടപ്പോൾ അതിനെ ആ സമയത്ത് ആ നിമിഷത്തിൽ ശാസിച്ചു. ആ നിമിഷത്തിന് ശേഷം ആ സ്നേഹിതൻ രക്തം തുപ്പിയില്ല, ചുമയും മാറി. അത് ചരിത്ര സത്യമാണ്. അതുപോലെ എത്രയെത്ര അനുഭവങ്ങൾ ഞങ്ങളുടെ നാട്ടിലും പുലിയും കടുവയും ഒക്കെ ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങൾക്ക് ഇപ്പോഴും പേരിട്ടിരിക്കുന്നത് പുലിക്കല്ലുംപുറം, കടുവാക്കുഴി അങ്ങനെയുള്ള പേരുകളാണ്. അവിടെ ഈ വക ഹിംസ്ര മൃഗങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അവയോടൊക്കെ എതിരിട്ടാണ്, അതിനെയൊക്കെ ജയിച്ചാണ് ദൈവത്തിലുള്ള ശരണത്താൽ ഇവയൊക്കെയും ജയിച്ച് ജയജീവിതം നയിച്ചിട്ടുള്ളവരാണ് നമ്മുടെ പൂർവികർ. എന്നാൽ കാലക്രമത്തിൽ മാനുഷികമായുള്ള വികസനം സംഭവിച്ചതോടെ മനുഷ്യൻ്റെ ബുദ്ധിപരമായ കാര്യങ്ങൾ വികസിച്ചതോടെ ദൈവത്തിലുള്ള ആശ്രയം കുറഞ്ഞു. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും
നമ്മുടെ ആശ്രയം ആയിപ്പോയി. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ നേരിട്ടിറങ്ങി തൻ്റെ ഭക്തന്മാരെ വിടുവിക്കുന്ന ചരിത്രം വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ തൻ്റെ അമ്മാവിയപ്പനോട് കരാർ ചെയ്ത ശേഷം യാക്കോബിൻ്റെ യാത്രയിൽ യാക്കോബ് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ സൈന്യം തനിക്ക് നേരെ വരുന്നു. ദൈവത്തിൻ്റെ സൈന്യത്തെ നേരെ കണ്ടപ്പോൾ ആ സ്ഥലത്തിന് മഹനയീം എന്ന് യാക്കോബ് പേരിട്ടതായിട്ട് നമ്മൾ കാണുന്നു. ഉൽപ്പത്തി 32-ാം അധ്യായം 2-ാമത്തെ വാക്യം. അതുപോലെ മോശയുടെ നേതൃത്വത്തിൽ മിസ്രയീമിൽ നിന്നും വാഗ്ദത്ത നാട്ടിലേക്ക് ദൈവജനം യാത്ര ചെയ്യുമ്പോൾ ചെങ്കടലിൻ്റെ തീരത്ത് വന്ന ആ ജനം വഴിയില്ലാതെ മോശയെ വിഷമിപ്പിച്ചു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ ഇടയായി. തൻ്റെ കയ്യിലുള്ള വടി നീട്ടാൻ ദൈവം നിർദ്ദേശിച്ചതനുസരിച്ച് മോശ വടി നീട്ടി സമുദ്രം രണ്ടായി ഭാഗിച്ചു. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നതായിട്ട് നമ്മൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു പോകുമ്പോൾ ഫറവോൻ്റെ സൈന്യവും പുറകെ ഇറങ്ങി. സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ മുന്നിൽ നിന്നും മാറി ഇസ്രായേൽ ജനത്തിൻ്റെ പിൻഭാഗത്ത് വന്നു. അതിനുശേഷം ജനം മുൻപോട്ട് പോയി അവിടെ മിസ്രയീമ്യർ പ്രയാസത്തിലായി, അവർ നശിച്ചുപോയി. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്ന കഥ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് സുവിശേഷ വയൽ പ്രദേശങ്ങളിൽ ഇതിനൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. സാങ്കേതികവിദ്യ അധികമൊന്നും ചേർന്നിട്ടില്ലാത്തടത്തൊക്കെയും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പ്രവർത്തിക്കുന്നത് ഇന്നും നമ്മൾ കണ്ടും കേട്ടും ഇരിക്കുന്നു. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം ജീവപര്യന്തം അവൻ നമ്മെ വഴി നടത്തും. ദൈവവചനം നമ്മളെ ജീവിപ്പിക്കുന്നതാകയാൽ നമുക്ക് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് പകർച്ചവ്യാധികൾ, മൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ എന്നിവയൊക്കെയും നമ്മെ വേട്ടയാടുമ്പോൾ, ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവയെ സൃഷ്ടിച്ച ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഈ ദൈവം നമുക്ക് കൂട്ടാളിയാണ്. നമ്മുടെ കൂടെ രാവും പകലും ഉറങ്ങുകയും മയങ്ങുകയും ചെയ്യാതെ നമ്മോട് കൂടെ ജീവിക്കുന്നവനാകയാൽ ഈ ദൈവത്തിൽ ആശ വയ്ക്കാം, നമുക്ക് പ്രത്യാശിക്കാം, ശരണപ്പെടാം. എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. അതാണ് ദാവീദിൻ്റെ സാക്ഷ്യം. ദാവീദ് ആകെ ഒരു വിഷമത്തിലായ സമയത്ത് താൻ ശൗലിൽ നിന്നും ഒളിച്ചോടി പോകുമ്പോൾ ഒരിടത്ത് പോയി അഭയം തേടി അവിടെ ദാവീദിനെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭ്രാന്തനെ പോലെ അഭിനയിച്ചു. 1 ശമൂവേൽ 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മളതിൻ്റെ വിവരണം കാണുന്നുണ്ട്. അവിടെ നിന്നും ദാവീദ് രക്ഷപ്പെട്ടപ്പോൾ രചിച്ച സങ്കീർത്തനമാണ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് താൻ പറയുന്നത്. കേട്ടുകേഴ്വിയോ ഒന്നുമല്ല, സ്വന്തം അനുഭവത്തിൽ നിന്നും ദൈവത്തെ രുചിച്ചറിഞ്ഞതിൽ നിന്നും താൻ വരും തലമുറയ്ക്ക് വേണ്ടി എഴുതി വെച്ച രേഖകളാണിത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തനുഭവമാണ്
പകർന്നു കൊടുക്കുവാനുള്ളത് എന്നൊന്ന് ചിന്തിക്കുന്നത് ഈ സമയത്ത് നല്ലത്. ദൈവം നല്ലവനാണ്, കൂടെയുണ്ട്, നമ്മുടെ ആവശ്യമൊക്കെ അറിയും, നമ്മെ സഹായിക്കും, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ദൈവം നേരിട്ട് നമ്മെ സഹായിക്കുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ നടത്തിയത് നമുക്ക് ഓർക്കാം. നമ്മുടെ പിതാക്കന്മാരെ നടത്തിയതിൻ്റെ അനുഭവം രോഗശയ്യയിൽ, ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ എന്നു വേണ്ട എല്ലാ കാര്യങ്ങളിലും ദൈവം കൂടെയുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആലോചനയാൽ നമ്മുടെ പിതാക്കന്മാരെ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. ചുറ്റുപാടുമുള്ള പ്രകൃതിയെ കൊണ്ട് ജീവിക്കുവാൻ ദൈവം അവരെ പഠിപ്പിച്ചു. ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ഓരോ സസ്യങ്ങളെയും ഓരോ മൃഗങ്ങളെയും ദൈവം കാണിച്ചു കൊടുത്തു. ഓരോ രോഗം വരുമ്പോൾ ഇന്ന സസ്യം ഉപയോഗിച്ചാൽ ആ രോഗത്തിന് ശമനം വരുമെന്നുള്ളത് അനുഭവങ്ങളിൽ കൂടി, തലമുറകളുടെ അനുഭവങ്ങളിൽ കൂടി ദൈവം അവരെ പഠിപ്പിച്ചു. ദൈവം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മുൻ തലമുറയെ പഠിപ്പിച്ചത്. ഇന്ന് ദൈവം നമ്മുടെ തലമുറയെ എന്ത് കാര്യമാണ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമുക്ക് പ്രകൃതിയുമായിട്ട്, നമ്മുടെ ചുറ്റുപാടുമായിട്ട് എന്ത് തരത്തിലുള്ള ബന്ധമാണ് ഉള്ളത്? നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു അനുഭവമാക്കി തീർക്കാം. എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്താൻ ഉള്ള കഴിവ് ആർജിക്കാം. അത് കഴിയണമെങ്കിൽ ദൈവം ചെയ്ത നന്മകളെ നമ്മൾ ധ്യാനിക്കുവാൻ അവസരമുണ്ടാക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകളെ ഭയപ്പെടുവാൻ, ദൈവത്തിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, ദൈവകൽപ്പനകളെ അനുസരിക്കുവാനുള്ള സന്നദ്ധത നമുക്കുണ്ടാവണം, ആർജവമുണ്ടാകണം. അത് കണ്ട് നമ്മുടെ വരും തലമുറ അത് കണ്ട് പഠിക്കണം. നാം ചെയ്യേണ്ട കടമകൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ചെയ്യേണ്ട കടമകളെക്കുറിച്ച് നാം ബോധമുള്ളവരാവണം. നമ്മുടെ തലമുറകളിൽ ദൈവികമായുള്ള എല്ലാ സുഹൃതങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്ത, അനർത്ഥകാലത്തും ഐശ്വര്യകാലത്തും, ദാരിദ്ര്യത്തിലും സമ്പത്തിലും, രോഗത്തിലും സുഖത്തിലും എല്ലായ്പ്പോഴും ദൈവത്തെ വാഴ്ത്തുവാൻ കഴിയണം. ഒരു ദൈവ വൈതലിനെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ്. കാരണം ദൈവം അറിയാതെ ആരുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദാവീദിൻ്റെ ചരിത്രത്തിൽ ദാവീദ് അബ്ശലോമിനെ ഭയന്ന് പലായനം ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ദാവീദിനെ ശപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ളവർ ദാവീദിനോട് ചോദിക്കുന്നു, അവനെ ഇല്ലായ്മ ചെയ്യട്ടെ. അപ്പോൾ ദാവീദിൻ്റെ മറുപടി ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ദൈവം അവനോട് പറഞ്ഞായിരിക്കും ദാവീദിനെ ശപിക്കാൻ. അവൻ ശപിച്ചോട്ടെ, അനുഗ്രഹിക്കുന്നത് ദൈവമല്ലേ. നമ്മളെ ശപിക്കുന്നവരെ, നമ്മളെ നിന്ദിക്കുന്നവരെ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ കണ്ട് ഭയപ്പെടാതെ, ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ആ ഉറപ്പ് നമ്മെ വളരെയധികം ധൈര്യപ്പെടുത്തും. എന്തെല്ലാം പ്രതികൂലം വന്നാലും ഉറച്ചു നിൽക്കുവാൻ കഴിയും. ഞാൻ ശരണപ്പെടുന്നത് എൻ്റെ ദൈവത്തിലാണ്, ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്. ആ ദൈവം ഉറങ്ങിയില്ല, മയങ്ങിയില്ല, അവൻ സർവശക്തനാണ്. അതുകൊണ്ട് ധൈര്യമായി ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ ധൈര്യം നമ്മുടെ ദൈവത്തിലാകട്ടെ. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മെ വിടുവിക്കണം. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ദാനിയേൽ അത് അനുഭവിച്ചില്ലേ? സിംഹക്കുഴിയിൽ എറിഞ്ഞപ്പോൾ ദാനിയേലും സ്നേഹിതരും
ഒരു ഭയപ്പാടും ഇല്ലാതെ ദൈവം തങ്ങളെ വിടുവിക്കുമെന്നുള്ള ആ ഉറപ്പോടെ അവർ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. ഫലമോ അതൊരു വലിയ സാക്ഷ്യം. തലമുറകൾ ലോകമുള്ള കാലത്തോളം സർവശക്തനായ ദൈവം ജീവിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ടവരെ തൻ്റെ ദൂതന്മാരെ അയച്ച് വിട്ടുവയ്ക്കും. അഗ്നികുണ്ഡത്തിലയച്ചു. ദാനിയേൽ എറിയപ്പെട്ടു. അവിടെയും ദൈവം അവരെ കാത്തു. എന്തെല്ലാം അനർത്ഥങ്ങൾ നേരിട്ടാൽ യാതൊരു അനർത്ഥവും ഭയപ്പെടാതെ വണ്ണം ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഈ കാലാവസ്ഥയുടെ ഭീഷണിയുള്ള നാളുകളിൽ നമ്മുടെ നാളുകളെ കഴിച്ചുകൊണ്ടാം സന്തോഷഭരിതമായ ജീവിതം നമുക്ക് നയിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. 40-ാം അധ്യായത്തിൽ 28 മുതലുള്ള വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. നിനക്കറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതും ഇല്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവം നമ്മോട് കൂടിയിരുന്ന് നമ്മെ ധൈര്യത്തോടെ പ്രത്യാശയോടെ നമ്മുടെ നാളുകൾ കഴിച്ചു കൂട്ടുവാൻ നമ്മെ സഹായിക്കട്ടെ.